എന്താ സുസി? ഒരുത്തെ കുടിച്ച് ലെക്ക് കെട്ട് കുഴപ്പമുണ്ടാക്കി. ആരോ ഒരാൾ ബഹളമായപ്പോ ഷോ നിർത്തി. ശകലകത്തിരുന്നാലുടൻ ഇവന്റെയൊക്കെ ഉള്ളിലെ മൃഗം പുറത്തു ചാടും. തനിക്ക് കേൾക്കണോ? ബാംഗ്ലൂര് വെച്ച് ഇന്നാളൊരു തടിയൻ സേട്ടു എന്നെ കേറിയൊരു പിടുത്തം. അയാളെ കണ്ടാ പേടി തോന്നും. രാമേട്ടാ, എന്തായിരുന്നു ബഹളം? ഒരുത്തന് സൂസിയെ കണ്ടിട്ട് സഹിച്ചില്ല. അല്പം അകത്താക്കിന്റെ ആഘോഷം ഞാൻ പിടിച്ച് പുറത്താക്കി. ഇപ്പൊ മഹാപുരുഷൻ വഴിവെക്കിരുന്ന് ലോകത്തെ മുഴുവൻ തെരുവിളിക്കുന്നു. രാമു, കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ ആളെ വെളിയിലാക്കിയത് നന്നായി. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ആ ദോഷം. ഹോട്ടലിലെ ചീത്തപ്പേര് ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ. പിന്നെ കഴുതേ, നിനക്കെന്തറിയാം? ഇവിടെ നടക്കുന്നൊന്നും പോലീസ് അറിയരുത്. പോലീസ് ഇടപെട്ടാൽ ലൈസൻസ് പോകും. കുഴപ്പമുണ്ടാക്കുന്നവര് രക്ഷപ്പെടുകയും ചെയ്യും. ഓ ശകനപ്പിഴ. ഞാൻ വന്ന ദിവസം തന്നെ ബഹളം. നമ്മുടെ തൊഴിൽ ഇതായി പോയില്ലേ? അതുപോട്ടെ, സൂസിക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? എല്ലാരും ഉണ്ട്. എന്നാൽ ആരുമില്ല. അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിട്ടെന്താ? നേരാ സൂസി, ആരും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. തനിക്ക് ആരൊക്കെയുണ്ട്? അച്ഛനൊഴിച്ച് മറ്റെല്ലാവരും. അനിയൻ, ചേച്ചി, അനിയത്തി, അമ്മ. നീ ആരാടി ഞങ്ങളെ കുറിച്ച് പറയാൻ? ചോണയുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഈ ഭവാനിയമ്മ ആരാണെന്ന് കാണിച്ചു തരാം. വാടി ഇവിടെ ഇറങ്ങി വന്നാ നീ എന്തോ യോടി? മൂക്കുന്നുള്ളി ഭക്ഷിക്കോ? അമ്മേ, വഴിയ പോകുന്നൊരു കേൾക്കുമല്ലോ. ചുമ്മാതല്ല ആളുകൾ അതും പറയുന്നത്. മാസാമാസം എങ്ങനെയാ മണി ഓർഡർ വരുന്നത്? ചെടി, ഞങ്ങളാരും പെമ്മക്കളെ വിറ്റിട്ടല്ലേ ജീവിക്കുന്നത്. നീ അവിടെ മാറിയിക്കടി. ഇടേടി, നീ എന്താടി പറഞ്ഞത്? ഇടേ, നിന്റെ ചരിത്രമൊക്കെ എനിക്കും അറിയാടി. നീ ഏതൊക്കെ വേലി പൊളിച്ചതാ. അമ്മൻ ചുമ്മാ ഇരിക്കും. അവരെന്ത് വേണേലും പറയട്ടെ. അവളെന്റെ അടുത്ത് ശീലാവധി വരുന്നു. എടി പാഞ്ചാലി, അമ്മേ. എടി ഭവാനി, കിടന്ന് തുള്ളാറടി. ഞാനിതൊക്കെ കുറെ കണ്ടതാടി. അമ്മ ഇന്ന് മതിയാക്കുന്നുണ്ടോ? എന്ത് നാണക്കേടാ ഇത്? കൊത്തി കൊത്തി മുറത്തിക്കാരെ കൊത്താൻ വരുന്നു. വല്ലവരും വീട്ടിൽ കയറി ചീത്ത പറയാൻ വന്നാൽ ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ആണരത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെയാ പാക്കരെ? ഇടാ പാക്കര, ഇടാ പാക്കര, ഇടാ പാക്കര. നാശം പിടിച്ചവ എവിടെ പോയി? എന്താണ് ഓർത്തോണ്ട് നിൽക്കുന്നത്? ഒരു കൂടെ വെള്ളം കോരി വെച്ചൂടെ? അവളുടെ ഒരു ആലോചന. ഇടേ പാക്കരനെ എവിടെടി? ഈ നാശം പിടിച്ചവൻ എവിടെ പോയി? എടാ പാക്കര, എന്താണ് അവിടെ ഒരു ബഹളം? അമ്മച്ചി അപ്പുറത്തെ മണിച്ചേച്ചിയോട് വഴക്കുണ്ടായി.
എന്നിട്ട് അടിവല്ലോ ഉണ്ടായോടാ? അടി ഉണ്ടാകാതായപ്പോഴാ ഞാൻ ഓടിപ്പോന്നത്. പൊട്ടേട്ടാ. എന്റെ മോൾ എന്ത് കഷ്ടപ്പെട്ടാ 4 കാശുണ്ടാക്കി കൊണ്ടുവരുന്നത് ഈ നുണച്ചിക്കറിയാമോ? ബാക്കിയുള്ളവര് വെച്ചും കുടിച്ചും കഴിയുന്നത് കണ്ടിട്ട് ഇരുന്നൊക്കെ കണ്ണോടിയാ. ഇവളുടെയൊക്കെ നാവ് പുളിത്തു പോവും. മതിയമ്മേ, എത്രയെന്ന് പറഞ്ഞാ ക്ഷമിക്കുന്നത്? അവൾ പറഞ്ഞ നീ കേട്ടില്ലേ? എന്റെ മോൾ അഴിഞ്ഞാട്ടക്കാരിയാണ്. ആണെങ്കിൽ ഇവക്കെന്താ നഷ്ടം? അമ്മ ഇതൊന്നും നിർമ്മല ചേച്ചിയോട് പറയരുത്. രാമേട്ടൻ എം എ വരെ പഠിച്ച ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതറിയാതിരിക്കായിരുന്നു നല്ലത്. അതെന്താ? ഊരും പേരുമില്ലാതെ കഴിയുന്നതിൽ ഒരു സുഖമുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞതുകൊണ്ടെന്താ? പഠിച്ച് ജയിച്ച് നല്ലൊരു ഉദ്യോഗം നേടുന്നതിനെ കുറിച്ച് ഒരു കാലത്ത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അപേക്ഷകൾ അയച്ചു മടുത്തു. 1000 വട്ടം ഇന്റർവ്യൂവിന് പോയി നാണം കെട്ടു. ഒടുക്കം വന്നുപെട്ടതിവിടെ. അപ്പോൾ എന്റെ കാര്യമോ? പഠിക്കുന്ന കാലത്ത് എല്ലാവരും പറഞ്ഞു ഞാനൊരു വലിയ നർത്തകിയായി തീരുമെന്ന്. മിക്കവരും അവരാഗ്രഹിക്കാത്ത തടവറയിൽപ്പെട്ട് പോവുകയാണ്. അതേക്കുറിച്ചൊന്നും ഓർക്കാതിരിക്കുകയാണ് നല്ലത്. ഓർത്താൽ ഒരു സമാധാനവുമില്ല രാമേട്ട. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരയും. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വപ്നെ. എല്ലാം സഹിക്കാനുള്ള കരുത്ത് സമ്പാദിക്കുകയാണ് വേണ്ടത്. നിർമ്മല നിൽക്കൂ. നിർമ്മല 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 വാതിൽ തുറക്കൂ. നിർമ്മല നിർമ്മല വാതിൽ തുറക്കൂ. നിർമ്മല 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 എനിക്ക് നിർമ്മലയെ ഒന്ന് കാണുന്നു. അത് നിർമ്മലയല്ല, സ്വപ്നയാണ്. അല്ല, നിർമ്മല ആരാണെങ്കിലും കാണാൻ സാധ്യമല്ല. വരണം. വീഴാനാണ് പറഞ്ഞത്. വീഴാനാണ്. ഇങ്ങനെ ഇരുന്നാലോ? മാറ്റിക്ക് സമയമായി. ഞാൻ വരുന്നില്ല. സൂസി വയ്ക്കൂ. ഛേ, താനെന്താ ഇങ്ങനെ? നല്ല ഒന്നാന്തരം സിനിമയാണ്. എണീറ്റ് വരൂ. എനിക്ക് നല്ല സുഖം തോന്നില്ല സൂസി. എന്റെ മോക്ക് എന്തു പറ്റി? ഒലക്കയുടെ മൂട്. എന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. നീ അങ്ങനെയാണോ വിചാരിച്ചത്? എനിക്കെന്തോ വല്ലാത്ത ക്ഷീണം. അല്ലെങ്കിലും തന്റെ രീതി ഇതാണ്. താല്പര്യമായിട്ട് എന്തെങ്കിലും പറയുമ്പോ വലിയ ഗമ കാണിക്കും.
ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ അതെ അതെ. ഓക്കെ. ആ ആ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ശരി. ആ ആ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് നിങ്ങളുടെ ക്യാബറ ആർട്ടിസ്റ്റ് സ്വപ്നയെ ഒന്ന് കാണണം. അതിന് ക്യാബറയ്ക്ക് സമയമായില്ലല്ലോ. 9 മണിക്ക് വരും. ക്യാബറെ കാണാനല്ല, എനിക്ക് സ്വപ്നയെ ഒന്ന് കണ്ടാൽ മതി. നിങ്ങൾ അവളുടെ ആരാ? ആരുമല്ല, വെറുതെ ഒന്ന് കാണാൻ. സോറി, അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഹലോ, നരേന്ദ്ര ഹിയർ. ആ എപ്പോഴെത്തി? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായി? അത് ശരി, അത് ശരി. ആ സാറിന്റെ വീട് എവിടാ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അയ്യോ, സാർ ഇതുവരെ കാപ്പ് കുടിച്ചില്ലേ? അതിപ്പോ ആറി തണുത്ത് കാണും. കുടിക്കണം സാർ. ആ ആ സ്വപ്നെ കാണണോന്ന് പറഞ്ഞു. എന്തിനാ? കാണാൻ. അതിനെ കണ്ടോണ്ട് ഒരു ഗുണവുമില്ല. ഒരു മയമില്ലാത്ത സൈസാ. മറ്റേനെ മതിയോ? എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് സ്വപ്നയാണ് കാണുന്നത്. അയ്യോ, അത് കുറച്ച് കടുപ്പമാണ്. ആ സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സാറ് നാളെ ഒരു 4:30 മണിക്ക് ഇങ്ങോട്ട് വരണം. ആരും അറിയരുത്. ചില്ലറയുണ്ടോ? $5 എന്തായാലും മതി. അല്ല സാറിന് അയ്യോ എന്റെ കർത്താവേ, ഇതാരാ വരുന്നേ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഓർത്തതേ ഉള്ളൂ. 100 ആയുസുണ്ട്. എന്നാ പറ്റി? എന്റെ അങ്കിളമ്മാവൻ വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. എടാ പളനി ഇപ്പോഴും ഉണ്ടോ? പെണ്ണുമ്പിളേക്കൊക്കെ സുഖമാണോടാ? ആ എന്നാ പറയാനാ, അങ്ങനെ ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കഴിവേറി നീട്ടി വിഷയം വളർത്തിട്ട് ഏകാലത്ത് നിൽക്കാൻ വയ്യ. സ്വന്തം വയറ്റിനായിരിക്കും. ബാക്കിയുള്ള നേരം വെളുത്തിട്ട് ആ സാധനം തൊട്ടിട്ട് പോലും ഇല്ല. നമസ്കാരം. അല്ല, ഇതാര്? അങ്കിൾ വേലായുധനോ? ഒരറിയിപ്പുമില്ലാതെ? ആ സ്വല്പം അർജന്റാ. എന്തൊക്കെ വിശേഷങ്ങൾ? കണ്ടിട്ട് ഒരുപാട് നാളായി. ആ ഭയങ്കര ബിസിയല്ലേ? എപ്പോഴും ടൂർ തന്നെ. മദ്രാസ്, ബോംബെ, കൽക്കട്ട, എല്ലാ ഹോട്ടലുകൾക്കും എന്റെ ആർട്ടിസ്റ്റുകളെ തന്നെ വേണം. അവര് ജഗജില്ലികളല്ലേ. അങ്കിൾ വേലായുധന്റെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളാ. പിന്നെ ബിസിനസ് ഒക്കെ? ഞാനിതൊരു ബിസിനസ് ആയിട്ടൊന്നുമല്ല, ഒരു സേവനം. അതെന്റെ ഒരു ജന്മവാസനയാ. ആ അത് ശരി. ഞാൻ 2 ദിവസം നഗരത്തിലുണ്ടാകും. എനിക്ക് നമ്മുടെ മിനിസ്റ്റർ ഒന്ന് കാണണം. എന്റെ ആർട്ടിസ്റ്റുകൾ എങ്ങനെ? സൂസിയും സ്വപ്നയും. സ്വപ്നേസ് ഓൾ റൈറ്റ്. സൂസി ആഴ്ചക്ക് വന്നല്ലേ ഉള്ളൂ. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, അവളും ആള് മഹാകേമിയാ. സ്വപ്നയും സൂസിയും കൂടി ആകുമ്പോ നിങ്ങളൊരു വാരും. അങ്കിള് വന്നിട്ടുണ്ട്. ഏതങ്കിൾ? നമ്മുടെ അങ്കിളമ്മാവൻ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടോ? ആ, ഒരാൾക്ക് മിസ്സിയെ ഒന്ന് കാണണമെന്ന് ആശ. ഒന്ന് കണ്ടാ മാത്രം മതി. എനിക്കറിയാം, കാണണ്ട. അയ്യോ, അല്ല അതിപ്പോ ഒന്ന് കണ്ടെന്ന് വെച്ചപ്പോ എന്താ? ആ മനുഷ്യൻ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടല്ലേ. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. പോളിന്റെ വഴിക്ക് പോകുന്നുണ്ടോ?
ഹോട്ടലിന്റെ കാളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആഹാ 27 സ്വപ്ന എവിടെ? സ്വപ്നെ തന്നെ കാണണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ബില്ലെവിടെ സൂസി? എന്നാ ബില്ല്. ഹോട്ടലിൽ തുണി അഴിച്ചാർന്ന തിരക്കുകളാണ്. അഴിച്ചു കളയാൻ. എന്തൊരു ബോറന്മാരാ. നമ്മളെ ഞാൻ നിർമ്മലയല്ല, സ്വപ്നയാണ്. അയാൾ ആരാ സ്വപ്നെ? എനിക്കറിയില്ല. നിർമ്മല അയാൾ വിളിച്ചത്. കണ്ടിട്ടൊരു പഴയ കാമുകന്റെ സകല ലക്ഷണമുണ്ട്. നിനക്ക് വേറൊന്നും പറയാനില്ലേ സുസി? തനിക്കെന്താ എത്ര വെപ്രാളം? എന്റെ പൊന്നുമോള് എന്നെ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് വണ്ടിയൊന്നും അല്ല. കാമുകൻ നിർമ്മല. മോഹൻ കാലത്തെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. കൊച്ചമ്പ്രേട്ട് ചെല്ല്. ഇന്നലെ എന്താ വരാഞ്ഞത്? സുഖമില്ലായിരുന്നു. ഞാൻ കോളേജ് മുഴുവനും തരും. അവസാനത്തെ കുട്ടിയും പോകുന്നവരെ കാത്തു. കുട്ടികൾ എന്തൊക്കെയാ പറയുന്നറിയാമോ? ആരെന്തോ ഞാൻ പറഞ്ഞോട്ടെ. ഈ കൊച്ചുകുളപ്പാങ്കാലത്ത് തുടങ്ങിയ റൊമാൻസ് അച്ഛനെ ഞങ്ങളൊക്കെ വേണ്ട കേട്ടോ. പോട്ടെ ബാംഗ്ലിയെ. കേറ് കേറ്. വാടാ. ബൈ ബൈ. എനിക്ക് ആ വിക്രമിനെ പേടിയാ. മഹാബോറൻ. എന്തൊക്കെ അനാവശ്യങ്ങളാ പറയുന്നത്. പണത്തിന്റെ ഹുങ്ക, കൂടെ കുറെ ഭൂതഗണങ്ങളും. അവന്മാരൊക്കെ എങ്ങനെയെങ്കിലും തുറഞ്ഞുകൊള്ളും. ഇവനേക്കാൾ വലിയ വമ്പന്മാർ വാരിക്കുഴികൾ വീഴുന്നു. പിന്നെയാണോ ഇവൻ? ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാലോ? വിഡ്ഢികളാണെങ്കിലേ തെറ്റിദ്ധരിക്കും. അല്ലാത്തവർക്ക് ഊഹിക്കാം നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന്. തമാശ പറയാൻ കണ്ട ഒരു നേരം എന്റെ ഉള്ളിൽ തീയ. എന്റെ പെണ്ണെ, ഇങ്ങനെ പേടിച്ചാൽ ഒളിക്കാൻ കാടില്ല. എനിക്കാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ കേൾക്കെ ഞാൻ ഇവളെ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആവേശമുണ്ട്. വീട്ടിലറിഞ്ഞാൽ എന്നെ കൊല്ലും. എടാ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. നാശം പിടിച്ചവൻ. ഇച്ചിരി പഞ്ചസാര വെച്ചിരുന്നത് മുഴുവനും തിന്നു തീർത്തു. ഇതുങ്ങളെല്ലാം ഉള്ള ഫലം എങ്ങനെ ഗുണം പിടിക്കാനാ? അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് അറുകുര തുള്ളുന്നത്? വഴിയെ പോകുന്നൊരു കേക്കില്ലേ? നീ പോടി കിടന്നു. ഒരുത്തി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പൊ അതിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പാക്കടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ. എന്റെ ദൈവമേ, എനിക്കൊരു ആന്തര്യത്തൊന്നും ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇന്ന് ഫീസ് കൊടുത്തില്ലേ മോളെ? കൊടുത്തു വെച്ചാ? ഒരാഴ്ച താമസിച്ചു പോയി. അച്ഛൻ എന്ത് ചെയ്യാനാ മോളെ?
ഞാൻ എന്തെങ്കിലും പറയുമ്പം അച്ഛനും മക്കൾക്കും ഇഷ്ടാവൂല. ഈ പെമ്പിള്ളേരെ ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ അതിനൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ സാരമല്ല. അതൊക്കെ ഈശ്വര കൃപ കൊണ്ട് നടക്കും ഭവാനി. അവർക്കൊക്കെ ഓരോ ജോലി കിട്ടുമ്പം നമ്മുടെ കഷ്ടപ്പാട് തീരും. ആ നിർമ്മലയെ ഡാൻസ് പഠിപ്പിക്കാൻ അയപ്പിച്ച് എന്തുമാത്രം കാശ് ചെലവാക്കി. എന്നിട്ട് എന്താ വിശേഷം? ഇവിടെ കിടന്ന് തിത്തൈ ചെയ്തോന്നും ചാടാനല്ലാതെ. നീ നോക്കിക്കോടി, എന്റെ മോള് പേരെടുത്ത നർത്തകിയാവും. അവളെ ഞാൻ ഇനിയും പഠിപ്പിക്കും. അവിടെ ജാതകത്തിൽ എന്താ എഴുതി വെച്ചേക്കുന്ന നിനക്കറിയാവോ? ഓ, ജാതകത്തിൽ എഴുതി വെക്കാത്തതിന്റെ കുറ്റമാ. എന്റെ ജാതകത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? മൈസൂരേറ്റ് ആവുന്നു. നീ ഇപ്പൊ പിന്നെ ആരാ? ഹോ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഞാൻ തലയപ്പല്ലിയെ പോലെ കിടന്ന് ചെലച്ചോണ്ട് ഒരു പെണ്ണിനെ വല്ലവണ്ണം കെട്ടിച്ചയച്ചു. എന്നാ അതിന്റെ ഇടപാട് തീർത്തോ? അതും ഇല്ല. അതൊക്കെ തീർക്കാമെന്നേ. നിർമ്മലയുടെ പഠിത്തം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ ഇത്ര ധൃതി? നമ്മൾ ഇതൊക്കെ വിറ്റുപെറുക്കി പോകുന്നുണ്ടോ? അമ്പലത്തിൽ പോയതായിരിക്കും. ഞാൻ സ്വല്പം ഈശ്വര വിശ്വാസമുള്ള കൂട്ടത്തിലാ. സന്തോഷം. ദൈവത്തിനൊക്കെ സുഖം തന്നെ. ആവോ, ചെന്ന് തിരക്ക്. എന്തൊക്കെ പറഞ്ഞു ദൈവത്തിനോട്? എനിക്കിഷ്ടമുള്ളത് എന്തിനാ അറിയുന്നേ? ഓ, വെറുതെ. സാർ ഇനി പോകുമ്പോ എന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കണേ. കളിയാക്കണ്ട, വഴിന്ന് മാറി നിൽക്ക്. ഞാൻ പോട്ടെ. അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊന്നുമില്ലേ? ഞാൻ വഴിപാട് കഴിക്കാനല്ല പോയത്, തൊഴാനാ. വെറുതെ തൊഴുതിട്ട് എന്ത് കിട്ടാനാ? ദൈവമാണെങ്കിലും പ്രസാദിക്കണമെങ്കിൽ വല്ല വഴിപാടോ നേർച്ചൊക്കെ കഴിക്കണം. എന്നാര് പറഞ്ഞു? ഞങ്ങളുടെ ദൈവത്തിന് അങ്ങനൊന്നുമില്ല. എന്നാൽ അത്രയൊക്കെ പ്രസാദിക്കുള്ളൂ. എനിക്ക് ഈ ദൈവദോഷം കേൾക്കണ്ട, ഞാൻ പോട്ടെ. ആ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എപ്പോഴൊന്ന് കാണുക. എന്നിട്ട് പറയൂ, എന്തായിരുന്നു സ്വപ്നം? പൂത്ത കാടുകൾക്കിടയിലൂടെ നീ ഞാനും, നല്ല നിലാവ്, ആകാശം നിറയെ നക്ഷത്രങ്ങൾ. നടന്ന് നടന്ന് നമ്മൾ ഇടിഞ്ഞു പൊളിഞ്ഞൊരു അമ്പലത്തിന് മുമ്പിലെത്തി. കാടുകൾക്കിടയിൽ ആരും തൊഴാൻ വരാറില്ലാത്ത ഒരു പഴയ അമ്പലം. അകലെ മലഞ്ചെരുവിൽ എവിടെയോ നിന്ന മലവർഗക്കാരുടെ തുടികൊട്ടും പാട്ടും കേൾക്കാം. അവിടെ വെച്ച് നാണം കൊണ്ട് തുടുത്ത നിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. ഇനി പറയണം? മതി. അച്ഛനും അമ്മയ്ക്കും നിർമ്മലയോടെ സ്നേഹമുള്ളൂ. നളിനി, നിന്നോട് എന്ത് സ്നേഹക്കുറവാ ഞങ്ങൾ കാട്ടിയത്? എനിക്ക് തരാനുള്ള രൂപ ഇതുവരെ തന്നു. അവധി എത്ര പറഞ്ഞു? എനിക്ക് അവിടെ കിടന്ന് പൊറുക്കണ്ടേ? ഇവളിവിടെ വരുന്നത് അച്ഛനും അമ്മയും കാണാനല്ല, ശീതനപ്പണം ചോദിക്കാനാ. ഇവളേക്കാൾ ഇവളുടെ നായർ എത്രയോ ഭേദമാണ്. ഇവളാ എന്നെ ഇറക്കി വിട്ടപ്പം ബാധ ഒഴിഞ്ഞെന്നാ വിചാരം. ഈ കാശ് കിട്ടാതെ ഞാൻ പോവില്ല. ഇത് കിട്ടിയിട്ട് വേണം അങ്ങേർക്ക് സ്വന്തമായൊരു കാർ എടുക്കാൻ. വല്ലവന്റെയും വണ്ടി എത്ര കാലം എന്ന് വെച്ചാ ഓടിക്കുന്നേ? ഞങ്ങൾക്കൊരു കര പറ്റണ്ടേ? അച്ഛൻ ഇതൊന്നും വിചാരമില്ലാഞ്ഞിട്ടാണോ മോളെ? നിന്നെ കെട്ടിച്ചയച്ചതിന്റെ കടം ഇപ്പോഴും വീടിയിട്ടില്ല. അച്ഛൻ എത്ര കിട്ടിയാലും മുഴുവൻ നിർമ്മലയ്ക്ക് വഴിപാട് കഴിക്കാനേ ഉള്ളൂ. നിന്നെ പഠിക്കാൻ അയച്ചിട്ട് പഠിക്കാഞ്ഞത് ആരുടെ കുറ്റം? പറഞ്ഞതുകൊണ്ടായില്ലേ, യോഗം വേണം. അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നാ എന്റെ ആഗ്രഹം. അല്ലാതെ ഈ കുടുംബം ആര് നോക്കും? മാക്കാൻ മൂത്ത മരപ്പെട്ടിയാകുമെന്ന് ആ ചായക്കടയിലെ പരമുച്ചേട്ടൻ പറഞ്ഞു. നേരാണ് അച്ഛ? അച്ഛൻ കണ്ടിട്ടുണ്ടോ മരപ്പെട്ടിയെ? ആർക്കും അറിയാൻ മേലായിരിക്കും. പരമുച്ചേട്ടൻ നുണ പറഞ്ഞതാ. അവന്റെ ഒരു പ്രതാപം. കാര്യം പറ. എന്നോട് പറഞ്ഞാലും കഷ്ടമാണെന്ന്. എന്താണ് അവിടെ യുദ്ധം? വിക്രം പ്രതാപൻ അടിച്ചു വീഴ്ത്തിയതാ. പാവ പ്രതാപന്റെ ഒരു കിടപ്പ്. വേണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. അല്ലല്ലോ വിക്രം മഹാകുഴപ്പക്കാരനാ, ശുദ്ധ തമ്മാടി. പെണ്ണും കെട്ടി 2 കുട്ടികളും പ്രായമായി, എന്നിട്ടും പഠിക്കാനാണെന്നും പറഞ്ഞ് നടക്കണു കാള. എന്തിനാ വിക്രമനെ പറയുന്നത്? തല്ലുകൊള്ളിത്തരവല്ലേ പ്രതാപന്റെ കയ്യിലുള്ളൂ.
വലിയ നേതാവല്ലേ? ഞാൻ എല്ലാം തീരുമാനിച്ചു. ഈ വർഷം കൂടി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. എന്നിട്ട് നമ്മുടെ കല്യാണം. എനിക്ക് അതിമോഹങ്ങളില്ല, തരക്കേടില്ലാത്തൊരു ജോലി, സ്വന്തമായൊരു വീട്. ആ വീട്ടിൽ ഞാൻ, നിർമ്മലയുടെ നൃത്തം. എന്റെ വീടിന്റെ സ്ഥിതി മോഹൻ അറിയില്ലേ? മണ്ടി, എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ? ഈ ജീവിതത്തിൽ നിർമ്മലയെ കവിഞ്ഞ് മറ്റൊന്നും ഞാൻ ആശിക്കുന്നില്ല. സത്യം സത്യം സത്യം. ചേച്ചി, എനിക്കറിയാമേ. കൂടി പൂച്ചക്കുറിഞ്ഞി കാച്ചിക്കുറുക്കിയ പാല് കണ്ണുമടച്ച് കണ്ടില്ലാരും എന്ന് നടിച്ച് നക്കി കുടിക്കും പൂച്ചക്കുറിഞ്ഞി. കാച്ചിക്കുറുക്കിയ പാല് കണ്ണുമടച്ച് കണ്ടില്ലാരും എന്ന് നടിച്ച് നക്കി കുടിക്കും പൂച്ചക്കുറിഞ്ഞി. കാച്ചിക്കുറുക്കിയ പാല്
നോക്കൂ നിർമ്മലേ, ഇലക്ഷനിൽ പൊട്ടി പാളീസായിട്ടും അത് വല്ലതും തോന്നുന്നുണ്ടോ പ്രതാപനെ കണ്ടാൽ? പിന്നെ കരഞ്ഞുകൊണ്ട് നടക്കണോ? നിനക്ക് അറിഞ്ഞുകൂടാ. റിസൾട്ട് അറിഞ്ഞ ദിവസം എന്നെ എന്തുമാത്രം കൂവി വിളിച്ചെന്ന്. നീ നേരത്തെ സ്ഥലം വിട്ടില്ലേ? ചുമ്മാ അതൊന്നും അല്ലല്ലോ, നീ ഓടി നടന്ന് വോട്ട് പിടിച്ചിട്ടല്ലേ പ്രതാപന് വേണ്ടി. അതാണല്ലോ നമ്മുടെ ദുഃഖം. എലക്ഷൻ കഴിഞ്ഞപ്പോ നേതാവിനെ കാണുന്നില്ലല്ലോ. കളിയാക്കണ്ട ഗീതേ, തോൽക്കാനും വേണ്ടി ചിലരെല്ലാം. തോൽക്കാനാണെങ്കിൽ നിൽക്കേണ്ടായിരുന്നു. ഇന്ന് ഞാൻ തോറ്റെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് തത്വശാസ്ത്രം വിജയിക്കുക തന്നെ ചെയ്യും. ഈ വാചകമുള്ളത് രക്ഷ അല്ലേ നിർമ്മലേ? എന്നെ കൂട്ടുപിടിക്കണ്ട, എനിക്കൊരു പിടിയുമില്ലാത്ത വിഷയമാണ്. വല്ല പാട്ടോ ഡാൻസ് ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു അല്ലേ? നീ എവിടെയായിരുന്നടി ഇത്രയും നേരം? നേരെ സന്ധ്യ ഒന്നത് കാണാൻ മേലെ. നിന്റെ കണ്ണിലെന്താ വെള്ളിയോ? അല്ല ചുമ്മാ. സർവല പറഞ്ഞാലുണ്ടല്ലോ. നേരെ ഇരുട്ടാകാറായി. അത്താഴത്തിന് വല്ലതും നോക്കിയോ? നീയൊക്കെ മിനിങ്ങി നടന്നോ? സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഫാൻസി ഡ്രസ്സിന് ഞാനുണ്ട്. നീ വേറെ വേഷം കെട്ടുകയൊന്നും വേണ്ട, ഈ വേഷത്തിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടാ മതി. ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ. പിന്നെ ഡാൻസിന് വേറെ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ സെക്കൻഡ് പ്രൈസിന് മത്സരിച്ചാ മതി. അതെന്താ? ഇവളുള്ളപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആര് സ്വപ്നം കാണണ്ട. ഈ നിർമ്മലയ്ക്ക് വല്ല സിനിമയിലും ചേരാൻ മേലെ. എനിക്ക് ടാലന്റ് ഉണ്ടായിരുന്നെങ്കിൽ. എനിക്ക് സിനിമയിലൊന്നും ഒരു താല്പര്യമില്ല. എന്റെ നൃത്തത്തിനായി കാത്തിരിക്കുന്ന സദസ്സുകളെയാണ് ഞാൻ ഇന്നും സ്വപ്നം കാണുന്നത്. നിർമ്മലേ, ജസ്റ്റ് എ മിനിറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിർമ്മലയ്ക്ക് എന്നോട് വെറുപ്പാണോ? എനിക്കറിയാം നിർമ്മല എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇത് പറയാനാണോ വിളിച്ചത്? നിർമ്മല എന്താ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? സ്നേഹമോ? എന്റെ സ്നേഹം കാണാനുള്ള കണ്ണ് നിർമ്മലയ്ക്കില്ല. ഇപ്പോഴല്ലേ രോഗം പിടികിട്ടിയത്? ജോർജ് കുട്ടി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, ഇത് ആരാ? അങ്കിളോ? എപ്പോ വന്നു? ഒരു സ്മോളിംഗ് എടുത്ത്. വിസ്കിയോ ബ്രാൻഡിയോ അതോ റമ്മോ? നിന്റെ മനോധർമ്മം പോലെ ചെയ്യ് ജോർജ്. പോള് പറഞ്ഞു സ്വപ്നയ്ക്ക് അത്യാവശ്യമായി എന്നെ കാണണമെന്ന്. രാമേട്ടൻ പുറത്തേക്ക് മറ്റു പോകുന്നുണ്ടോ? എങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ സ്വപ്നെ? വീട്ടിലേക്ക് എനിക്കൊരു മണി ഓർഡർ അയക്കണമായിരുന്നു. പോളിനെ ഏൽപ്പിച്ചാൽ സമയത്തിന് അവിടെ എത്തിയില്ലെന്ന് വരും. ശമ്പളം കിട്ടുന്നത് മുഴുവനും വീട്ടിലേക്ക് അയച്ചാലോ? എന്നിട്ടും പോരെന്നാണ് അമ്മയുടെ പരാതി. സോസി പറയുന്നത് പോലെ ചോരയും നീരും തീരും വരെ ആടിക്കാശുണ്ടാക്കാം. അല്ലേ രാമേട്ട? ആർക്കെങ്കിലും വേണ്ടി ജീവിക്കുമ്പോഴാണ് സ്വപ്നെ ജീവിതം ജീവിതമാകുന്നത്. എനിക്കാണെങ്കിൽ ആ ആശ്വാസം പോലും വിധിച്ചിട്ടില്ല. നിങ്ങളുടെയൊക്കെ വിചാരം ഞാനെന്തോ സമ്പാദിക്കുന്നുണ്ടെന്ന്. എന്റെ കഷ്ടപ്പാട് എനിക്കറിയാം. പിന്നെന്താന്ന് വെച്ചാൽ ഒരു സേവനം. എത്ര എണ്ണമാണ് എന്നെ കൊണ്ട് പിഴയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു പരോപകാരം ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? അങ്കിൾ ഇപ്പൊ ഇതൊക്കെ പറയാൻ? സ്വപ്നയും കൂടി അറിഞ്ഞിരിക്കാൻ തന്നെ ഇത് പറയുന്നു. അല്പം സ്വല്പ കമ്മീഷനൊക്കെ ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്പനി ഓട്ടിച്ചോണ്ട് പോകണ്ടേ? അല്ലെങ്കിൽ സർക്കാർ വല്ല ഗ്രാൻഡോ അവാർഡോ തരണം. ഇതൊരു കലയാണെന്ന് പറഞ്ഞാൽ അവർ കേൾക്കണ്ടേ? ഇനി വല്ല സമരമോ സത്യാഗ്രഹമോ ഉണ്ടാക്കിയാലേ രക്ഷയുള്ളൂ. സൂസി ഉണ്ട്. അപ്പുറത്ത് കാണും. അവൾക്ക് ഏതോ വിസിറ്റർ ഉണ്ട്. അവൾക്ക് ഈയിടെ വിസിറ്റർമാർ കൂടുതലാണെന്ന് ഞാനും കേട്ടു. ഈ തൊഴിലിൽ നിന്ന് കിട്ടുന്നൊന്നും പോരായിരിക്കും. സ്വപ്നയ്ക്ക് അവളുടെ മേലൊരു കണ്ണ് വേണം. തെറിച്ച പെണ്ണാണ്.
സ്വപ്നയ്ക്ക് വലിയ ഡിമാൻഡാണ്. 1200 രൂപ അത്ര കൂടുതലൊന്നുമല്ല. 500-നോ 600-നോ ഒക്കെ ആളെ കിട്ടും. മുതുക്കികളെ മതിയോ? എന്ന് വെച്ച് ഇങ്ങനെ മാസം തോറും റേറ്റ് കൂട്ടിയാലോ? ഞാനെന്ത് ചെയ്യാനാ? ആർട്ടിസ്റ്റുകളുടെ റേറ്റ് കൂട്ടി ചോദിക്കുന്നു, നിങ്ങൾ കുറച്ച് ചോദിക്കുന്നു. രണ്ടിനും ഇടയിൽ കിടന്ന് വിഷമിക്കുന്നത് ഞാനാ. പിന്നെന്തിനാ, മോക്ഷത്തിനാണ്? പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഫലത്തിലത് തന്നെ. അതൊക്കെ പോകട്ടെ, ഇപ്പൊ എന്നെ ഒന്ന് പറഞ്ഞുവിടെ. അതിന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ പോകരുതെന്ന്? എന്റെ പൊന്നുമാളവര്, കളിതമാശയൊന്നും പറയാതെ ആ കൈയൊന്ന് കമത്ത്. താനെന്താ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നത്? കാബറെ ആർട്ടിസ്റ്റ് സ്വപ്നം കാണരുത്, അവർക്കതിന് അവകാശമില്ല. സ്വൈര്യം കെടുത്താതെ ഒന്ന് പോയെന്റെ സൂസി. ഞാൻ ആരും സ്വൈര്യം കെടുത്തുന്നില്ല. തന്റെ മട്ടും മാതിരിയും കണ്ടിട്ട് പറഞ്ഞു പോയതാ. ശരീരത്തിന് കൊഴുപ്പ് തീർന്നാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. പിന്നെയേ അതും ഇത് ഓർത്തിരുന്ന് നെടുവേർപ്പിട്ടിട്ട് കാര്യമില്ല. സ്നേഹത്തിനും പരിശുദ്ധിക്കും ഒരു വിലയുമില്ല. ഇവിടെ എല്ലാം കച്ചവടമാണ്. രക്തം രക്തത്തോട് രൂപയാണോ പൈസയായി കണക്ക് പറയും. ഇല്ലെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല സൂസി. ഹലോ വിക്രമൻ, നിനക്കെന്നെ മനസ്സിലായില്ലേ? പ്രതാപൻ. സോ വാട്ട്? ഓർമ്മയില്ലേ, ഒരിക്കൽ കോളേജിൽ വെച്ച് നീ എന്നെ പൊതുരെ തല്ലിയിട്ടുണ്ട്. ഐ എം സോറി. ഒരുപാട് പ്രതാപന്മാരെ ഞാൻ തല്ലിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ പഴയ കാമിമാരൊക്കെ ഇപ്പൊ എവിടെയാണ്? ലീവ് മീ അലോൺ പ്ലീസ്. ഞാൻ ഓർത്തു പോവുകയാണ്, നീ എത്ര പുരാണ കഥകളിലെ വീരനായകനായിരുന്നു. കാന്റ് യു ലീവ് മീ അലോൺ മിസ്റ്റർ പ്രതാപൻ? ഞാൻ നിന്നെ പാട്ടിന് വിട്ടേക്കാം. അതിനു മുൻപൊരു ചോദ്യം. ഡു യു റിമെമ്പർ അറ്റ്ലീസ്റ്റ് നിർമ്മല? ഐ സേ ലീവ് മീ അലോൺ. ക്യാബറെ ആർട്ടിസ്റ്റിന്റെ ശരീരത്തോടാണ് എല്ലാവർക്കും സ്നേഹം. അവരുടെ പാവം മനസ്സ് കാണാൻ ആർക്കും കണ്ണില്ല. രാമേട്ടന് കേൾക്കണോ മിസ് മാഗിയുടെ കഥ? ഒരു കാലത്ത് ക്യാബറെ ആർട്ടിസ്റ്റുകളുടെ റാണിയായിരുന്നു മിസ് മാഗി. വലിയ പ്രമാണിമാർ അവർക്ക് വേണ്ടി പണം വാരിയെറിയുമായിരുന്നു. ഇപ്പോഴവർക്ക് വയസ്സായി. ഒറ്റ കുഞ്ഞില്ല തിരിഞ്ഞു നോക്കാൻ സ്വന്തക്കാര് പോലും. ഈയിടെ എന്റെ അടുക്കൽ വന്നു 10 രൂപ കടം ചോദിക്കാൻ. ഈ കഥ ഇപ്പോൾ ഓർക്കാൻ കാരണം സ്വപ്നയുടെ മനസ്സ് എനിക്കിപ്പോ നന്നായി കാണാം. പക്ഷേ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. കാബര ആർട്ടിസ്റ്റുകളോട് സിംഗരിക്കാനാണോ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്താണ് ഒന്നും മിണ്ടാത്തത്? അവന്റെ ഒരു നോട്ടം, അഹങ്കാരം കാണിച്ചാൽ കഴുത്തിന് പിടിച്ച് പുറത്തുള്ളൂ, അറിയാമോ? നിനക്കെന്താ അവളോട് ഇത്ര കുശൂഷിക്കാനുള്ളത്? അവൾ നിന്റെ ആരാ? അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോ. അത് ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം. എന്താ പറഞ്ഞത്? ഇഷ്ടം പോലെ ഞാൻ നിന്റെ തന്ത്ര പറയാം. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? കണ്ട തെണ്ടുകളെയൊക്കെ വിളിച്ച് ജോലി കൊടുത്തതിന്റെ ദോഷം. സാർ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരനാണ്, അടിമയല്ല. അഭിമാനം എല്ലാവർക്കും വലുതാണ് സാർ. നിങ്ങളൊന്ന് പേടിപ്പിക്കരുത്. വിറക് വെട്ടിയോ ചുമട് ചുമന്നോ ഞാൻ ജീവിച്ചോളാം. കമരേ മേ ബന്ധു ഹോ. അറിഞ്ഞോ, മാനേജരും രാമുവും തമ്മിലൊന്ന് കോർത്തു. ഈ രാമുവിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എന്താ കാര്യം? രാമുവും സ്വപ്നയുമായി എന്തോ അടുപ്പമുണ്ടെന്ന്. നേരാണോ? നേരാണോ എന്ന് ചോദിച്ചാ തീയില്ലാതെ പുക ഉണ്ടാവുമോ? കഷ്ടം. സ്വപ്ന പ്രേമിക്കാൻ കണ്ട ഒരാള് ഇവൾ ഇത്ര മണ്ടിയായി പോയല്ലോ. അല്ല, അതിനിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരേടാകൂടം. പെട്ടുപോയാ പിന്നെ വിഷമിച്ചു. പോളിന് വലിയ നിശ്ചയമാണെന്ന് തോന്നുന്നല്ലോ. ചേടാ, എന്ന് വെച്ചാൽ ഞാനും ഒരാണല്ലേ. എന്നിട്ട് രാമു എവിടെ? അവിടെ എവിടെങ്കിലും കാണും. എന്തിനാ രാമുനെ അന്വേഷിക്കുന്നത്? വല്ല കുഴപ്പം ഉണ്ടാക്കി വെക്കണോ?
എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് ആരുടെ സഹായം വേണ്ട. അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ യാത്ര പറയാൻ വന്നതാണ്. എവിടെ പോയാലും ജീവിക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തോന്നുന്നു കാണേണ്ടിയിരുന്നില്ലെന്ന്. മറ്റൊരു മുറിവോടി ഹൃദയത്തിൽ. ഹൃദയം ഒരു ശാപമാണ്. മനുഷ്യരെ സ്വത്തും പണവും കൊണ്ട് അളക്കുന്ന ഈ ലോകത്തിൽ അതില്ലാതിരിക്കുകയായിരുന്നു ഭേദം. രാമേട്ടനെങ്കിലും രക്ഷപ്പെടൂ. എനിക്ക് ഈ തടവറയിൽ നിന്നും മോചനമില്ല. സ്വപ്നം അത് ആഗ്രഹിക്കാനിട്ടാണ്. എനിക്ക് വാഗ്ദാനങ്ങളൊന്നും തരാനില്ല. എന്റെ കൂടെ വരാൻ ഇഷ്ടമാണെങ്കിൽ സ്നേഹിക്കുന്ന ആളിന്റെ കൈപിടിച്ച് ലോകത്തിന്റെ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതിന് സ്വാതന്ത്ര്യമില്ല രാമേട്ട. ഒരു കുടുംബം മുഴുവൻ എന്റെ തണലിലാണ്. അവർക്കും മറ്റാരുമില്ല. എന്റെ വിധി ഇതാണ്. ഒരിക്കൽ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇനി ഒരിക്കലും കാണാനൊത്തില്ലെങ്കിലോ? പോട്ടെ. ബിലീവ് മീ പ്രതാപൻ, ഇന്ന് ഞാൻ സോബറാണ്. നിനക്ക് എന്തെങ്കിലും സോബറാവാൻ കഴിയുമോ? ഇന്നേക്ക് 4 ദിവസമായി ഞാൻ ലഹരി തൊട്ടിട്ട്. അതുകൊണ്ട് എന്താ ബലം? എന്തെങ്കിലും നിന്റെ ഹാങ് ഓവർ മാറി കിട്ടുമോ? ഐ എം ട്രൈങ് ടു കറക്റ്റ് മൈസെൽഫ്. നിനക്കതാവും. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ശരിയെങ്കിലും ചെയ്യാൻ എനിക്കാവില്ലേ? നിർമ്മലയെ കണ്ടുമുട്ടിയതിനു ശേഷം വേണ്ട വേണ്ട, അവിടെ 4 അയലത്ത് നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അതിനുവേണ്ടി എന്ത് വിലയും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഇപ്പോഴത്തെ മനസ്സ് നിനക്കറിയില്ല പ്രതാപ. അവളുടെ ജീവിതം നശിപ്പിച്ചത് ഞാനാണ്. പകരം ഒരു ജീവിതം കൊടുക്കാനാവില്ലെങ്കിൽ ഈ വിക്രമൻ വിക്രമനല്ല. എനിക്കിന്ന് തീരെ വയ്യ സുസി. എന്ന് പറഞ്ഞാൽ മാനേജർ സമ്മതിക്കുമോ? കോൺട്രാക്റ്റിൽ ഒപ്പിട്ടതാണ് അവർക്ക് പ്രമാണം. ചത്തു കിടന്നാൽ പോലും എണീറ്റ് ഡാൻസ് ചെയ്യാൻ പറയുന്ന കൂട്ടരാണ്. അമ്മേ, എണീറ്റ് വേഗം ഡ്രസ് ചെയ്യാൻ നോക്ക്. ഞാനിന്ന് ഹാളിൽ വീഴും. സർക്കസ് മൃഗങ്ങൾക്കും കാബറെ ആർട്ടിസ്റ്റുകൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾ പാടില്ല. നിങ്ങൾ സംശയിക്കുന്ന പോലെ ഒന്നുമില്ല. സ്വപ്ന എന്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ്. ഇവിടെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് സാറേ. കാബരെ ആർട്ടിസ്റ്റുകളെ കാണാൻ പുറത്തുനിന്നുള്ളവരെ ഞങ്ങൾ അനുവദിക്കാറില്ല. ഈ ഹോട്ടലിന്റെ സൽപ്പേര് നിങ്ങളുടെ സൽപ്പേര് നശിപ്പിക്കാനല്ല ഞാൻ വന്നത്. എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. അങ്ങനെ വല്ല ദുരുദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ ഒരു 100 ക്യാമറ ആർട്ടിസ്റ്റുകളെ ഞാൻ വിലയ്ക്ക് വാങ്ങിയത്. ഇവിടെ വരാതെ. ചേ, ഞാൻ സാറിനെ അവിശ്വസിച്ചല്ല. നമുക്ക് ഏർപ്പാടുണ്ടാകാം. പോൾ. പഴയ നിർമ്മല മരിച്ചുപോയി. ഞാൻ നിർമ്മലയല്ല, സ്വപ്നയാണ്. മാറ്റം നിർമ്മലയ്ക്ക് മാത്രമല്ല, എനിക്കുമുണ്ട്. ഞാൻ പഴയ വിക്രമനല്ല. ദയവായി ഞാൻ പറയുന്നു കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനെല്ലാം മറന്നു.
എന്നെ ഒന്നും ഓർമ്മിപ്പിക്കാതിരിക്കൂ. കൊലപ്പുള്ളിക്ക് പോലും അയാൾക്കുള്ളത് പറയാൻ അവസരം കൊടുക്കാറുണ്ട്. അത്രയെങ്കിലും ദയ കാണിച്ചുകൂടെ? എന്നെ കൊല്ലുകളെയായിരുന്നു ഭേദം. എന്റെ അവിവേകം ഇത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഞാൻ ഓർത്തില്ല. അന്ന് ഞാൻ കടിഞ്ഞാണില്ലാത്ത കുതിരയായിരുന്നു. എന്റെ തെറ്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നത് വളരെ വൈകിയാണ്. അപ്പോഴും ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ നിർമ്മലയെ കണ്ടുമുട്ടാമെന്ന്. ആ കണ്ടുമുട്ടൽ ഇത്തരത്തിലായിരിക്കുമെന്ന്. നിർമ്മലയുടെ പതനം ഇത്ര ഭയങ്കരമായിരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് സ്വസ്ഥതയില്ല. എവിടെ പോയാലും ഇനി എനിക്ക് മോചനമില്ല. നിന്റെ ചിലങ്ക കെട്ടിയ കാലുകൾ ഇതൊക്കെയാണേലും നിർമ്മലയുടെ ഡാൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. അവളൊരു ചരക്ക. ഈ പിള്ളേരെയൊക്കെ ഓരോ കാര്യമായി വെച്ച് കാത്തു നിൽക്കുന്ന നമ്മളെ വേണം പറയാൻ. പെഗ് അകത്താക്കി പോകാമെന്ന് വെച്ചാൽ വന്നല്ലോ. എന്താടേ ബാബു ആളെ നിർത്തി ബോറടിപ്പിക്കുന്നത്? എന്ന് വെച്ചാൽ എനിക്ക് ചെറുണ്ടോ പറഞ്ഞിങ്ങത്താൻ? കൊണ്ട കൊണ്ട ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം. മണ്ണാങ്കട്ടി. നിർമ്മലേ, ഡാൻസ് നന്നായിരുന്നു. പ്രോഗ്രാം മുഴുവൻ കഴിഞ്ഞല്ലേ പോകൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വരട്ടെ. എന്താ മോളെ ഒറ്റയ്ക്ക്? കുടുംബത്തിന്റെ മാന കെടുത്തില്ലേ?
തന്നു. ഇതിലും ഭേദം ഞങ്ങളെയൊക്കെ കൊല്ലായിരുന്നല്ലോടി. കണ്ടവന്റെയും കൂടെ അഴിഞ്ഞാടം നടക്കുന്ന തേവടിക്ക് ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇവിടെ ഞാൻ അഴിഞ്ഞാടം വിടരുതെന്ന്. അച്ഛനും മോൾ അനുഭവിക്കും. എന്റെ വിഷമം നിർമ്മലയെ മനസ്സിലാക്കണം. സ്നേഹമെന്ന് പറയുന്നത് വെറും ആദർശമോ കടപ്പാടോ ഒന്നുമല്ല. ഞാൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് വിചാരിക്കരുത്. അച്ഛന്റെ മരണത്തോടെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമലിലായി. നിലനിൽപ്പ് പോലും പ്രശ്നമായി തീർന്നു. അപ്പോഴാണ് നർത്തകികളെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കണ്ടത്. എനിക്കറിയാവുന്ന ഒരേ ഒരു തൊഴിലും അതായിരുന്നു. Dengenato, Sadarita dengenato, Harita dengenato, Sakate beta kajano, Sakate me, Sakajano,
Takacendo tatum. Tatim itu takacendo tatim. Takatipe takacendo. Takacendo takatipe tatim. No, അതായിരുന്നു സൂസി തുടക്കം. അവസാനം വന്നെത്തിയതിവിടെ. തനിക്കിതൊക്കെ ഓർക്കാൻ കഴിയുന്നതാണ് അതിശയം. തനിക്കറിയണോ സ്വപ്നെ, അച്ഛനും അമ്മയും എനിക്കിട്ട പേര് തന്നെ ഞാൻ എന്നേ മറന്നുപോയി. നിർമ്മലേ, നിർമ്മലയെ കാണാനാണ് ഞാൻ വന്നത്. ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞതെല്ലാം മറന്നോടെ? എന്നോട് ക്ഷമിക്കൂ, എല്ലാം മറക്കൂ, എന്നിട്ട് എന്റെ കൂടെ വരൂ. കൂടെ വരാനോ? എങ്ങോട്ട്? എന്റെ ജീവിതത്തിലേക്ക്. എന്നോട് ഇതുവരെ ചെയ്തൊന്നും പോരല്ലേ? എന്നെ വിശ്വസിക്കൂ എന്ന് പറയേണ്ടി വരുന്നത് ദയനീയമായൊരവസ്ഥയാണ്. ദയവായി എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ കേണപേക്ഷിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടൂ. എന്റെ സ്നേഹം നിർമ്മലയ്ക്കൊരു കള്ളനാണയമായിരുന്നു. ഇന്നു മതി. ഞാൻ എന്തും വിശ്വസിക്കാം, ഈ സ്നേഹം ഒഴികെ. നിർമ്മല കരുതുന്നത് പോലെയല്ല. കാലം വിക്രമനിൽ കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നു. കഴിഞ്ഞതൊക്കെ മറക്കണം. നിങ്ങളെ രണ്ടുപേരും അടുത്തറിയാവുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? നിർമ്മല വിക്രമനൊത്ത് ജീവിതം ആരംഭിക്കണം, എല്ലാവരുടെയും നന്മയ്ക്ക്. വിക്രമിന്റെ നിഴലുകളെ പോലും വെറുക്കുന്നവളാണ് ഞാൻ. എനിക്ക് അയാളോട് പകരം വീട്ടാൻ കഴിയില്ല. ഞാനൊരു പാവം പെണ്ണായി പോയില്ലേ? കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വിക്രമൻ എന്നോടൊപ്പമുണ്ട്.
നിർമ്മലയുമായി ഇതേക്കുറിച്ച് സംസാരിക്കാൻ എന്നെ നിർബന്ധിച്ചും വിക്രമനാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ ഇഷ്ടം. എല്ലാരും കൂടെ എന്നെ എന്തിനെങ്കിലും കൊല്ലാതെ കൊല്ലുന്നു. എന്നെ ആശ്രയിച്ചു കഴിയുന്ന ഒരു കുടുംബമുണ്ട്. അവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ജീവിച്ചോട്ടെ. തനിക്കെന്തൊരു വല്ലാത്ത മൗനം? എന്തായാലും എന്നോട് പറയൂ. ഒന്നുമില്ല സൂസി. ശുദ്ധ നുണ. ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. നോക്കൂ, തനിക്കിത് ഇഷ്ടപ്പെട്ടോ? ഇതെവിടുന്നാ സൂസി? എനിക്കൊരാൾ സമ്മാനം തന്നതാ. ആര്? എന്നോട് ഇഷ്ടമുള്ള ഒരാൾ. എല്ലാ കാലത്തും കൊയ്യാനൊക്കില്ല. ഒക്കുമ്പം കൊയ്തോണം. തന്നെ പോലെ ഒരു മണ്ടൂസിനെ ഞാൻ ഈ ജന്മത്ത് കണ്ടിട്ടില്ല. ആ വിദ്വാൻ പിന്നെയും വന്നിരുന്നു മിസ്സി. ആര്? മാനേജറുടെ റെക്കമെൻഡേഷനോടെ ഇന്നാള് കാണാൻ വന്നില്ലേ അയാൾ. പുള്ളി ആരാ? ചില്ലമ്പനം. ഹലോ നിർമ്മല. മീറ്റ് മൈ വൈഫ് രേണുക. ഇതെന്റെ കോളേജ് മേറ്റ് ആണ് നിർമ്മല. ഹലോ. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാൻ നിർമ്മലയല്ല, സ്വപ്ന, ക്യാബറ ആർട്ടിസ്റ്റ്. പറമ്പിലൂടെ കുളിരുലയും ചുരുളുകളായി ഒഴുകി വരും ഓർമ്മകളാം പൂങ്കാറ്റ് പൂങ്കാറ്റ് ചെന്തെങ്ങിൻ ചീന്തോലകളിൽ ശ്രുതി നീട്ടി ഉള്ളം തുടികൊട്ടി ഉള്ളം തുയിലുണരാൻ തുടികൊട്ടി
കാവത്ത് ആളൊഴിഞ്ഞ ലോകത്ത് വെള്ളിമാൻ കല്ലുവിളയും മലയോരത്ത് മാറ്റഴകാട്ടം കാണായി മാറ്റൊലിച്ചാറ്റും കേൾക്കായി കാർത്തിക തളകൾ ചാത്തിടും ഇരവിനാദ്യയാമച്ചേലൊരുങ്ങി മൂവന്തി പറമ്പിലൂടെ തുളിരുലയും ചുരുളുകളായി ഒഴുകി വരും ഓർമ്മകളാം പൂങ്കാറ്റ്. അല്ലലിയും കിനാച്ചോല ആടിയോടും പൂഞ്ചോല പൂഴിതൻ ആഴമറിയാൻ അലയും ചോല നല്ലലങ്കാരം കെട്ടും നൻപൊലിയാളം ചുറ്റും ആതിര പുടവയൂർന്നു വീണടിയും നാണം വിങ്ങിത്തൂർന്നുലഞ്ഞു മൂവന്തി പറമ്പിലൂടെ കുളിരുലയും ചുരുളുകളായി ഒഴുകി വരും ഓർമ്മകളാം പൂങ്കാറ്റ്. പൂങ്കാറ്റ് ചെന്തെങ്ങിൻ ചീന്തോലകളിൽ ശ്രുതി നീട്ടി ഉള്ളം തുടികൊട്ടി ഉള്ളം തുയിലുണരാൻ തുടികൊട്ടി. എനിക്കൊരിക്കലും പഴയ നിർമ്മലയാകാൻ ഒക്കില്ല. ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ എന്നേ തകർന്നു. ഇനി ഒന്നും ബാക്കിയില്ല. എനിക്കും. നിങ്ങളൊക്കെ പണക്കാരല്ലേ? പക്ഷെ പണം മാത്രം മതിയോ ജീവിക്കാൻ? പാവങ്ങളോട് ഇത്ര വലിയ ചോദ്യം ചോദിക്കരുത്. ഞാൻ വന്നത് ചോദ്യങ്ങൾ ചോദിക്കാനല്ല, ഒരു ഉത്തരം കിട്ടാനാണ്. ഞാൻ വല്ല വിധേനയും ഇങ്ങനെ ജീവിച്ചോട്ടെ. ഇനി എന്നെ കാണാൻ വരരുത്. ഞാൻ വരും, നിർമ്മലയെ കാണാൻ. ഇനിയും വരും, എവിടെയാണേലും വരും. വയ്യ സൂസി, ഞാൻ ആകെ തളർന്നു. തനിക്ക് ആ മാനേജറുടെ സ്വഭാവം അറിയാൻ മേലേ? കടിച്ചു കീറി കളയും. ഈശ്വര, ഞാൻ ഈ കിടപ്പിൽ കിടന്ന് മരിച്ചെങ്കിൽ. തേവിടിച്ചുകൾ ഇവറ്റകൾക്കൊക്കെ നേരം നിറയുമുണ്ടോ? കാവലെ കാണാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയും? എന്താണ് വിളിച്ചു നിൽക്കുന്നത്? അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. എങ്ങനെ സുഖമുണ്ടാവും? കണ്ടവന്റെ ഒക്കെ കൂടെ. നിന്റെയൊക്കെ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമാണ് കിട്ടിയത്. എന്റെ ഈ ഹോട്ടലിലെ അന്തസ്സിന്റെ പ്രശ്നമാണ്. എനിക്ക് തീരെ സുഖമില്ല. നിനക്ക് സുഖമല്ലെങ്കിൽ നിന്റെ അമ്മയോട് പറയരുത് നാളെ. അനാവശ്യം പറയരുത്. അന്തസ്സായി സംസാരിക്കണം. നിന്റെയൊക്കെ ഒരു അന്തസ്. നിങ്ങൾക്ക് മാത്രമേ അന്തസ്സുള്ളൂ. എങ്ങനെ ഹോട്ടലിൽ നിന്ന്? അത്രേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ അല്ലല്ലോ. സ്വപ്നം ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. എല്ലാം ഇട്ടെറിഞ്ഞു പോകത്തക്ക വണ്ണം ഇവിടെ എന്തുണ്ടായി? ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ ഈ തൊഴിൽ വലിച്ചെറിഞ്ഞാൽ നിനക്കത് മനസ്സിലാവില്ല. എല്ലാം കൊണ്ട് മതിയായി സൂസി.
ഹൗസിൽ പോയിക്കോ. ബസ് വരാൻ ഇനിയും വൈകും. എപ്പോഴെങ്കിലും വരാതിരിക്കില്ല. ആഹാ, മോളിപ്പോ വരുന്ന വഴിയാണോ? ഇനി അവളെ കോളേജിലേക്ക് അയക്കണ്ട. അവൾ പഠിക്കാനൊന്നുമല്ല കോളേജിൽ പോകുന്നത്. അവൾക്ക് ആരോടോ സ്നേഹമാണ് പോലും. മൂദേവി. എങ്ങനെയെങ്കിലും കഴിവരട്ടെ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ കിടന്ന് പാടുപെടുന്നത് വെറുതെയാണെന്ന് എനിക്കറിയാം. അങ്ങനെ അങ്ങ് വിട്ടാലൊക്കും അവളെ. ഇപ്പൊ ഈ വീട്ടിലെ നാഥൻ നീയാ. നീ അവളെ ഒന്ന് വിളിച്ചു ചോദിക്ക. എന്തിനാ? അവള് വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ? അവൾ തീരുമാനിക്കുന്നതാണോ പ്രമാണം? അല്ലെന്ന് ഞാനോ അമ്മയോ പറഞ്ഞിട്ടെന്താ? അവളുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ലല്ലോ. നീ എന്ത് തീരുമാനിച്ചു പ്രേമേ? ഇത് കുട്ടിക്കളിയൊന്നുമല്ല. വെറുതെ സ്നേഹമാണെന്നും പറഞ്ഞ് ചതിക്കാൻ ആളുണ്ടാവും. അവൻ നിന്നെ കല്യാണം കഴിക്കുമോ? എന്നെ വലിയ ഇഷ്ടമാണ്. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നിന്റെ ഇഷ്ടം. മിസ്റ്റർ ബാസിയില്ലേ? അതെ. എന്താ കാര്യം? ഞാൻ നിങ്ങളെ കാണാമെന്നാണ്. എന്നെ മനസ്സിലായോ? ക്യാബറ ആർട്ടിസ്റ്റ് സ്വപ്നയില്ലേ? അതെ. ബാസി സ്നേഹിക്കുന്ന പെൺകുട്ടിയില്ലേ പ്രേമ, അവൾ എന്റെ അനിയത്തിയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നും കല്യാണം കഴിക്കാൻ ഉറച്ചിരിക്കുകയാണെന്നും കേട്ടു. നേരാണോ? അങ്ങനെയാണെങ്കിൽ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് അതങ്ങ് നടത്തിക്കൂടെ? അത് പ്രേമ ഒരു ക്യാബറ ആർട്ടിസ്റ്റിന് അനിയത്തിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അപ്പോൾ അത്രയൊക്കെയുള്ള സ്നേഹം അല്ലേ? ഇനിയെങ്കിലും വഴിയെ പോണ പെൺപിള്ളേരെ ഉടനെ സ്നേഹിച്ചു കളയരുത്. അവരാരാണെന്നൊക്കെ അറിഞ്ഞിട്ട് സാവകാശത്തിൽ മതി. എനിക്കൊരല്പം ധൃതിയുണ്ട്. വിഷമിക്കണ്ട, ബാസി പോയിക്കോ. ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട്? എനിക്ക് ധൃതിയില്ല. എങ്കിലും ഞാൻ പോകാം. കടുപ്പത്തി ഒരു ചായ, ഒരു വടയും. ഓ, പാക്കറിന് വലിയ സായിപ്പായിട്ടാണല്ലോ വരവ്. നിർമ്മല ചേച്ചി ലീവിന് വന്നപ്പോ കൊണ്ടുവന്ന എനിക്ക് ചേരുവാ. പിന്നെ ചേരുന്നോ? പാക്കറിനെ കണ്ട ഇപ്പൊ എന്ത് പവറാ. ഇനി ഒരു പെണ്ണും കൂടെ കിട്ടിയ പാക്കറിന്റെ കാര്യം കുശാൽ. ഒന്ന് പോ പരമേട്ടാ, അതൊക്കെ പിന്നെ. പട്ടണത്തിൽ ഇപ്പൊ അവർക്ക് എന്ത് പണിയാന്നാ വിചാരം? അടിച്ചു വാരിയല്ലേ. കണ്ടവന്റെ ഒക്കെ മുന്നിൽ തുണിയില്ലാണ്ട് കുഴഞ്ഞാടുന്നത് മോക്ഷത്തിനാണ്. ഛേ, എന്തായാലും എന്താ, പണം കിട്ടിയ പോരെ. അവിടെ ഒരു യോഗം. ഒരു തൊപ്പിയും കൂടി വാങ്ങിത്തരാൻ പറയാമായിരുന്നല്ലോ. പരിശുദ്ധ പ്രേമക്കാരന്റെ കാമുകി കഷ്ടകാലത്തിന് ഒരു ക്യാബറക്കാരിയുടെ അനിയത്തിയായിപ്പോയി. പാവം, ചടേന്ന് പ്രേമം മടക്കി കെട്ടി. ഇനിയിപ്പോ എന്റെ പൊന്നനിയത്തി എന്തു ചെയ്യും? അവൾ എവിടെയായിരുന്നു കേട്ടവള്? അവൾ ശപിക്കുന്നത് എന്നെയായിരിക്കും. ചേച്ചി ക്യാബറക്കാരിയായതുകൊണ്ട് അവൾക്ക് കാമുകനെ നഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ട, ഓരോരുത്തരും പറയുന്ന കേൾക്കുമ്പോ. ഇടാ കുരുത്തം കെട്ടവനെ, നീ എന്താടാ ഈ കാണിച്ചത്? നിനക്ക് വേറെ ആരിയ്ക്കുന്നു ഇതൊക്കെ വാങ്ങിച്ചു തരാൻ? നീ എന്ത് ധിക്കാരമാണ് കാണിച്ചത് സ്വപ്നെ? ഞാനല്ലേ അവർക്ക് കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുത്തത്. കോൺട്രാക്ട് തീരും മുമ്പ് ഇറങ്ങി പോരാൻ അവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല.
ധിക്കാരം കാണിക്കുന്നവരുടെ അതിര് വേണം. നീ ആരോട് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോന്നത്? ആരോടും ചോദിച്ചില്ല, എന്റെ ഇഷ്ടം. കണ്ടോ എന്തൊരു അഹങ്കാരമാണ് ഇത്. എന്നോട് ആർട്ടിസ്റ്റും ഇത്ര അഹങ്കാരം കാണിച്ചിട്ടില്ല. ഞാൻ ഈ പണി ഇന്നു മുതലേ തുടങ്ങിയതല്ല, അറിയുമോ നിനക്ക്? നീ എന്റെ മാനം കെടുത്തി, എന്റെ കമ്പനിയുടെ മാനം കെടുത്തി. അങ്കിൾ വേലായുധന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയായിരുന്നു. നീയായിട്ട് അതിനെ തുളച്ചു. ഇതിൽ പല അവമാനം വരാനുണ്ടോ? ഞാൻ ആർക്കും അപമാനം വരുത്തിയിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ? നിനക്കൊക്കെ ഉപജീവനത്തിൽ ഉണ്ടാക്കി തരുന്ന എന്നെ വേണം പറയാൻ. നിനക്കൊക്കെ പറ്റിയ പണി. ഇതെന്റെ വീടാണ്, ഇവിടെ നിന്ന് മര്യാദയായിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ സ്വപ്നയുടെ ഗുണത്തിലാ പറഞ്ഞത്. സ്വപ്നയെ പോലെ ഒരു ആർട്ടിസ്റ്റിന് ഈ രംഗത്ത് നല്ല ഭാവിയുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്. വന്നത് വന്നു, പോട്ടെ. 6-ാം തീയതി ബാംഗ്ലൂർ എത്തണം. ഞാൻ ഇനി എങ്ങും വരുന്നില്ല. എന്നെ ചതിക്കല്ലേ? ഞാൻ അവർക്ക് വാക്കു കൊടുത്തു പോയി. വേണമെങ്കിൽ 5-ഓ 10ഓ കൂട്ടി മേടിച്ചു തരാം. എനിക്ക് നിൽക്കാൻ നേരമില്ല. 5-ാം തീയതി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കും. നീ എന്ത് ഭാവിച്ചാ പെണ്ണെ? ദൈവം സഹായിച്ച് ഒരു ജോലി കിട്ടിയതാ. ഇച്ചിരി മോശമാണെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് മടുത്തു അമ്മേ, മടുത്തു. നിനക്ക് ഇവിടത്തെ സ്ഥിതി അറിയില്ലേ മോളെ? ആ പെണ്ണ് അയക്കുന്നത് കൊണ്ട് വേണം ഇവിടെ കഴിയാൻ. അവൾ എന്ത് ഭാവിച്ചിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഇനി മേലിൽ ജോലിക്ക് പോകില്ലെന്ന് വാശിയിലാണ്. ഞാൻ എന്ത് ചെയ്യും? ആരോട് പോയി പറയും? അമ്മ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? കല്യാണം കഴിച്ചപ്പോ കൊടുക്കാമെന്ന് അച്ഛനും അമ്മയും സമ്മതിച്ച കാശ. കാലം എത്രയായി? ഇത് കിട്ടിയിട്ട് വേണം പിള്ളേരുടെ അച്ഛന് പഴയ വിലക്കെങ്കിലും ഒരു കാറ് മേടിക്കാൻ. എത്ര കാലാന്ന് വെച്ചാ കൂലിക്ക് അന്യന്റെ വണ്ടി ഓടിക്കുന്നത്? നളിനി, എത്ര ബുദ്ധിമുട്ടിട്ടാ ആ പെണ്ണിച്ചിരി കാശുണ്ടാക്കി തന്നത്. ഇനി ഇവിടെ കെട്ടി വെച്ചിരിക്കുന്നോ എടുത്തങ്ങ് തരാൻ? ഇല്ലെങ്കിൽ വേണ്ട, ഞാനും പിള്ളേരും കൂടെ ഇവിടെ ഒന്ന് താമസിച്ചോളാം. എടീ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ, ബാക്കിയൊക്കെ ആയി. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ അനുഭവിച്ചാൽ എന്റെ ജീവൻ എടുക്കും. അമ്മ നിർമ്മലയോടൊന്ന് പറഞ്ഞു നോക്ക്. എടീ, കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. ഒരുത്തി എത്രാന്ന് പറഞ്ഞാ തീതിയിട്ടുന്നത്? നാശങ്ങൾ വന്നിരിക്കുന്നു കാശ് ചോദിക്കാൻ.
എന്റെ ലീവ് കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോകും. 5-ാം തീയതി രാവിലത്തെ ട്രെയിനിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിർമ്മലയ്ക്കാണ്. എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? വണ്ടിയിൽ പോകുന്നവർക്ക് പോരെ ടിക്കറ്റ്? നിർമ്മല ആരിൽ നിന്നാണ് ഇങ്ങനെ ഒളിച്ചോടുന്നത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. എന്റെ ജീവിതം ഞാൻ നിർമ്മലയുടെ മുമ്പിൽ വെക്കുകയാണ്. നിർമ്മലയ്ക്ക് അതെടുക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യാം. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്! ഞാൻ സഹിക്കാവുന്നത്ര സഹിച്ചു. ഇനിയും 5-ാം തീയതി രാവിലെ ഞാൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കാം. ഇല്ല, ഇല്ല, ഞാൻ വരില്ല. അനിയും പൊയ്ക്കോ. ചേച്ചി പോട്ടെ. ലീവൊക്കെ കഴിഞ്ഞ് പോവുക. Your attention please. Number 25 Trivandrum Bangalore Island Express will be leaving from platform number 3 shortly. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന 25-ാം നമ്പർ ഐലൻഡ് എക്സ്പ്രസ് 3-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. Your attention please. Number 25 Trivandrum Bangalore Island Express is just leaving from platform number 3.